ഹായ് ഹലോ വെൽക്കം ടു നിർവിൻസ് മോം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്. പുറത്ത് പോകുന്നവരായിക്കോട്ടെ വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ ചൂട് കൊണ്ട് സഹിക്കുക വയ്യാതിരിക്കുക. നമുക്കപ്പോൾ എന്തെങ്കിലും തണുത്തത് കുടിക്കണം. മിക്കവാറും എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടായിരിക്കും നന്നാറി സർബത്ത് കുടിച്ചാൽ ആ ക്ഷീണവും ആ ഒരു തളർച്ചയൊക്കെ പെട്ടെന്നൊന്ന് മാറി നമ്മളൊന്ന് ഫ്രഷ് ആവാൻ ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നല്ല സർബത്ത് കിട്ടുന്നൊരു കടയിലേക്ക് പോകാനായിരിക്കും നമ്മളെല്ലാവരും നോക്കുന്നത്. പക്ഷെ വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സർബത്ത്. അപ്പോൾ വീട്ടിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ക്ഷീണമോ തളർച്ചയോ തോന്നുമോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സർബത്തിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഇവിടെ ഒരു 300 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക വേണം. ഏലക്ക നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഒരു 2 തൊട്ട് മുകളിലോട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നറുനീണ്ടി അല്ലെങ്കിൽ നന്നാറി എന്നൊക്കെ പറയുന്നത് സാധാരണ ഈ വള്ളിച്ചെടി പോലെ കാണും. നമ്മൾ ഒരു ശല്യക്കാരനായിട്ട് നമുക്ക് തോന്നുന്ന ചെടികളിലോ അല്ലെങ്കിൽ വേലികളിലൊക്കെ പടർന്നു കയറുന്നൊരു വള്ളിച്ചെടിയാണിത്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ബോഡി കൂളൻ്റായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു മരുന്നാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ചുവട് കെട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അതല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ആ പഞ്ചസാര ഒന്ന് നമുക്ക് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കൈ വിടാതെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു വൈറ്റ് കളറ് മാറിയിട്ട് പതുക്കെ ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറുന്നുണ്ട്. കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ ഈ സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം മെൽറ്റായ സമയത്തോ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വെള്ളം ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് പഞ്ചസാരയിൽ നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഈ ഒരു സിറപ്പിൻ്റെ കളറ് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇത് മാറും. കറക്റ്റ് പരുവം എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവം ആകുക എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരുവത്തിലേക്ക് ഈ സിറപ്പിനെ കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. മാത്രമല്ല കുറച്ച് നാൾ കേടാകാതെ ഇരിക്കാനും ആ ഒരു നൂൽ പരുവത്തിലാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ കേടാകാതിരിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഈ പഞ്ചസാരയ്ക്കുള്ളിൽ ചെറിയ അഴുക്കും അങ്ങനെയൊക്കെ സാധനങ്ങൾ കാണും. അപ്പോൾ അതിനായിട്ട് മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സമയത്ത് മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുത്താൽ ആ അഴുക്കൊക്കെ ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി സൈഡിലേക്ക് മാറും. അപ്പോൾ നമുക്കതിങ്ങനെ വെട്ടിമാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ അഴുക്കെല്ലാം നമുക്കിങ്ങ് മാറിക്കിട്ടും. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തെങ്കിലേ നമുക്ക് ഒരു നൂൽ പരുവമായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഏലക്കയുടെ പൊടിയും അതുപോലെ തന്നെ നറുനീണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നറുനീണ്ടി എടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ട് ചതച്ച് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ നമുക്ക് കിട്ടും. അതൊരു ഉണങ്ങിയ പരുവത്തിലുള്ളതായിരിക്കും. അപ്പം എപ്പോഴും ഫ്രഷ് എടുത്തു കഴിഞ്ഞാലാണ് ഒന്നും കൂടി നന്നായിട്ടുള്ളത്. അപ്പം നമുക്ക് നന്നായിട്ട് അതിൻ്റെ മണവും അതിൻ്റെ ആ ഒരു രുചിയൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം ഉണങ്ങിയത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന ഇടുമ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒന്നും. അപ്പോൾ ഈ സിറപ്പിലേക്ക് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഒരു നല്ല മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വീണ്ടും ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതൊരു നൂൽ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുത്ത സിറപ്പ് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. ചിലർ ഇതിനകത്ത് ഗ്രാമ്പു ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നുകിൽ ലെമണ് അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാം. പാൽ സർബത്തായിട്ടോ കുലുക്കി സർബത്തായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐസ് ക്യൂബ്സും അല്ലെങ്കിൽ കസ്കസൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.